ഭൂവിസ്തൃതിയുടെ 71% വെള്ളമാണ് എന്നറിയാമല്ലോ. ഇത് ഏകദേശം 366 ട്രില്യൺ ഗാലൻ വെള്ളമുണ്ടാവും. ബുധൻ, ശുക്രൻ, ചൊവ്വ മുതലായ ഗ്രഹങ്ങളിലെല്ലാം വളരെ കുറഞ്ഞ അളവിൽ മാത്രം ജലമുള്ളപ്പോൾ ഭൂമിയിൽ ജലം എവിടെ നിന്ന് വന്നു? അതും ഇത്രമാത്രം വലിയ അളവിൽ. ഉൽക്കകൾ, അന്തരീക്ഷ പൊടിപടലങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, സൂര്യൻ എന്നിവരിൽ നിന്നെല്ലാമാണ് ഭൂമിയിൽ ജലമുണ്ടായത് എന്നാണ് ശാസ്ത്രമതം. ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ ഏറ്റവും പഴക്കമുള്ള ആദ്യത്തെ കാലമാണ് ഹേഡിയൻ കാലം. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ വെള്ളം അത്ര ദുർലഭമായ ഒന്നല്ല. ഉദാഹരണത്തിന് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ. ഭൂമിയുടെ 1/4 വലുപ്പം മാത്രമേ ഉള്ളൂവെങ്കിലും ഭൂമിയിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയാണ് യൂറോപ്പയിലെ ജലത്തിന്റെ അളവ്. സൗരയൂഥം ഉടലെടുക്കുന്നത് നക്ഷത്ര പൊടിപടലങ്ങളിൽ നിന്നാണ്. ഇത്തരം ധൂളിപടലങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചും സാന്ദ്രീകരിക്കപ്പെട്ടുമാണ് സൂര്യൻ എന്ന നക്ഷത്രം ഉണ്ടായത്. സൂര്യന്റെ ചൂടുകൊണ്ട് ഈ മേഘത്തിലുള്ള പൊടിപടലങ്ങൾ സാവകാശം വേർതിരിയാൻ തുടങ്ങി. സാന്ദ്രത കുറഞ്ഞ പദാർത്ഥങ്ങൾ ദൂരേക്ക് വീശി മാറ്റപ്പെട്ടു. ജലം ഉണ്ടാവാനുള്ള അസംസ്കൃത വസ്തുക്കളിൽ ചിലതും ഭൂമിയിൽ ഉണ്ടായിരുന്നു. ജലം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഓക്സിജനും ഹൈഡ്രജനും കൊണ്ടാണ്. ഇതിൽ ഓക്സിജൻ ഭാരമുള്ളതായതുകൊണ്ട് ഭൂമിയിൽ തന്നെ അവശേഷിച്ചിരുന്നു. എങ്കിൽ പിന്നെ ഭൂമിയിൽ ജലം ഉണ്ടാവാനുള്ള ഹൈഡ്രജൻ എങ്ങനെ, എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഇത് ശൂന്യാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് എറിഞ്ഞു കിട്ടിയതാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പമായ ഉത്തരം. ശൂന്യാകാശത്ത് നമ്മുടെ സൗരയൂഥത്തിൽ ഹൈഡ്രജനും ഐസ് പരലുകളും കറങ്ങി നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവ കൽമഴ പോലെ ഉൽക്കകളുടെയും ക്ഷുദ്രഗ്രഹങ്ങളുടെയും രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. ഇതിൽ വളരെ വിശേഷപ്പെട്ട ജലസമൃദ്ധമായ ഒരു ഉൽക്കയാണ് കോൺട്രൈറ്റ്. കോൺട്രൈറ്റ് എന്ന ഉൽക്ക നിർമ്മിതമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഉൽക്കയിൽ കാണുന്ന രാസസംയുക്തങ്ങളിൽ ഹൈഡ്രജനും വെള്ളവും, അതായത് H2O ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ധാതുക്കളിൽ നിന്നും ജലം എങ്ങനെ വേർതിരിച്ചു കിട്ടും? ഏറ്റവും എളുപ്പമാർഗം ഈ ധാതുക്കൾ ഉരുക്കിയെടുക്കുക എന്നത് തന്നെയാണ്. ഹേഡിയൻ കാലത്ത് 2000 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടായിരുന്ന ഭൂമിയിൽ പതിക്കുന്ന എന്തും ഉരുകി മാഗ്മയുടെ ഭാഗമാകുമായിരുന്നു. ഇവിടെ വെച്ചാണ് ഹൈഡ്രജനും ഓക്സിജനും കൂടിക്കലർന്ന് ജലം ഉണ്ടായി ഉയർന്ന താപനിലയിൽ വാതക രൂപത്തിൽ ആയത്. മാഗ്മയേക്കാൾ സാന്ദ്രത കുറഞ്ഞ നീരാവി ഉയർന്നു പൊങ്ങി ഭൂമിയുടെ അന്തരീക്ഷത്തിലെത്തി.